ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ലാസ്റ്റ് 2 ക്ലാസ്സിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൃത്യമായിട്ടൊരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആ തിയറി പാർട്ടൊക്കെ ഒന്ന് എല്ലാവരും കേൾക്കുക. അതേപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിലത്തെ പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് മൂവിങ് ആവറേജ് മാത്രമാണ് ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോബ്ലം നോക്കാം. എ കമ്പനി വാണ്ട്സ് ടു അനലൈസ് ദ ട്രെൻഡ് ഇൻ ഇറ്റ്സ് ആനുവൽ സെയിൽസ് ഓവർ സെവറൽ ഇയേഴ്സ്. ദ സെയിൽസ് ഡാറ്റ ഇൻ മില്യൺസ് ഫ്രം 2015 to 21 ഈസ് ഗിവൺ ആസ് ഫോളോസ്. നമുക്ക് ഒരു കമ്പനിയുടെ സെയിൽസ് അതിനെയാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. കുറച്ച് വർഷങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 വർഷങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2015 മുതൽ 21 വരെ 7 വർഷങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. 2015 നടന്ന സെയിൽ ഇതെല്ലാം മില്യൺസിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. 120, 130, 40, 50, 60, 70 അങ്ങനെ കൂടി വരുന്ന ഒരു ട്രെൻഡാണെന്ന് മനസ്സിലാവുന്നത്. 20 നിന്ന് 80ലേക്ക് എത്തിയിട്ടുണ്ട് 27ാമത്തെ വർഷം ആകുമ്പോഴേക്കും. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 3 വർഷത്തെ മൂവിങ് ആവറേജ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മൂവിങ് ആവറേജ് 3 വർഷം കാണുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ 3 വർഷം എടുക്കുക. ആദ്യത്തെ 3 വർഷം എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? 15, 16, 17. ഇതിലത്തെ സെയിൽസ് എടുക്കുക. 120, 130, 140. ഇത് മൂന്നും കൂടിയിട്ട് ആഡ് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 120, 130, 140 കൂടി ആഡ് ചെയ്തിട്ട് അതിനെ 3 വർഷത്തെ മൂവിങ് ആവറേജാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 390 വരും. ഡിവൈഡ് ബൈ 3 പറയുമ്പോൾ 130 ആണ് വരിക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോളം പ്രിപ്പയർ ചെയ്യണം. ആ കോളത്തിൽ ഫസ്റ്റ് വരുന്നത് ഇയർ എഴുതുക. രണ്ടാമത്തത് അതിലത്തെ ഓരോ വർഷം സെയിൽസ് എഴുതുക. മൂന്നാമത്തത് 3 ഇയർ മൂവിങ് ആവറേജ് തന്നെ എഴുതുക. ക്വസ്റ്റ്യനിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 3 വർഷമല്ലേ ആഡ് ചെയ്തത്, മൂന്നാമത്തെ വർഷത്തിൻ്റെ നേരെയാണ് നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ എഴുതേണ്ടത്. അതായത് 130 എന്ന് പറയുന്ന ഈ വാല്യൂ നമ്മൾ എഴുതേണ്ടത് എവിടെയാണ്? മൂന്നാമത്തെ വർഷത്തിൻ്റെ നേരെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഏതാ നോക്കുക. ഇപ്പോൾ ആദ്യത്തെ 3 വർഷം എടുത്തല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ ഒഴിവാക്കും. 120നെ ഒഴിവാക്കിയിട്ട് അടുത്ത 3 പോകും. അതായത് 130, 140, 150. ഓക്കെ, ആ 3 വർഷം കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ബൈ 3 കൊണ്ട് ചെയ്യുക. അപ്പോൾ അത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 420 വരും. ബൈ 3 ചെയ്യുമ്പോൾ 140 ആണ് വരുന്നത്. അപ്പോൾ ആ 140 തൊട്ടടുത്ത നമ്പറിൻ്റെ നേരെ എഴുതാം. ഇനി നമ്മളിപ്പം ആദ്യത്തെ വിട്ട് കഴിഞ്ഞു. ഇപ്പം അടുത്ത സെറ്റ് ഇതാണല്ലോ എടുത്തത്. ഇനി ആ സെറ്റിലത്തെ ആദ്യത്തെ വിടുക. അപ്പോൾ ഇനി അടുത്ത 3 140, 150, 160 ഈ 3 എടുക്കുക. ബൈ 3 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും. അപ്പോൾ അത് എഴുതുക. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ വിടേണ്ടത് ഏതാ? ഈ 150 ഒഴിവാക്കുക. അപ്പോൾ 140 ഒഴിവാക്കുക. അപ്പോൾ 150, 160, 170 മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 480 കിട്ടും. ബൈ 3 ചെയ്യുമ്പോൾ 160 കിട്ടും. അത് നേരെ നമ്മളിവിടെ എഴുതുക. 160യിൽ എഴുതുക. ഇനി നമുക്ക് ലാസ്റ്റിലത്തെ എവിടെ ചെയ്യാനുള്ളത്? അപ്പോൾ ഇത് പോയി, ഇത് പോയി, ഇതും പോയി, ഇതും പോയി. ഇനി 160, 170, 180 ഈ 3 അവശേഷിക്കുന്നത്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 510 വരും. ബൈ 3 ചെയ്യുമ്പോൾ 170 വരും. അപ്പോൾ ഏറ്റവും അവസാനം എഴുതേണ്ടത് 170. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇത് പ്രോബ്ലം ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനെ എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടതെന്നും കൂടി താഴെ പറയുന്നുണ്ട്. ദ 3 ഇയർ മൂവിങ് ആവറേജിൽ എപ്പോഴും കാണിക്കുക ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ആണ് കാണിക്കുന്നത് അല്ലേ? കാരണം 130 നിന്ന് കറക്റ്റായി 40ലേക്ക്, അതേപോലെ 50ലേക്ക്. കാരണം ഒരേപോലെയാണ് ഇവിടെ കൂടി, എല്ലാം 10ൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. ഓരോ വർഷത്തെയും മൂവിങ് ആവറേജ് ഇങ്ങനെയാണ് അവിടെ കൂടിയിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു അപ്വേർഡ് ട്രെൻഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റഡി ആയിട്ടെന്ന് പറഞ്ഞാൽ 130 നിന്ന് കറക്റ്റ് 10ൻ്റെ ഡിഫറൻസ് 140. അതേപോലെ 10ൻ്റെ ഡിഫറൻസ് ആണ് ഓരോ വർഷവും. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്വേർഡിലേക്കാണ് പോയിക്കുക. 30 നിന്ന് 70 വരെ എത്തിയെന്ന് പറഞ്ഞാൽ എന്താ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതും സ്റ്റഡി ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത്? ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ കൺസിഡർ ദ ആനുവൽ പ്രോഫിറ്റ്സ്. ഇവിടെ തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് ആണ് പറയുന്നത്. ഒരു സ്മോൾ ബിസിനസ് അതിൻ്റെ കാലഘട്ടം 16 to 22 ആണ് തന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടെയും നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് 7 വർഷത്തെയാണ്. അതിൻ്റെ ബിസിനസ് 3 ഇയർ മൂവിങ് ആവറേജ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. വർഷം തന്നിട്ടുണ്ട്, ഓരോ വർഷത്തെയും പ്രോഫിറ്റും തന്നിട്ടുണ്ട്. നമ്മളോട് 3 വർഷത്തെ മൂവിങ് ആവറേജ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 3 വർഷത്തെ പ്രോഫിറ്റ് എടുക്കുക. അതായത് 50, 55, 60 ബൈ 3 ചെയ്യുക. അപ്പോൾ 165 കിട്ടും. 165 ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 55. അപ്പോൾ നമ്മൾ ടേബിൾ വരച്ച് വയ്ക്കും ആദ്യം തന്നെ. ആ വരച്ച് നേരെ പ്രോഫിറ്റും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 55. അപ്പോൾ മൂന്നാമത്തേൻ്റെ നേരെ നമ്മൾ ആ വാല്യൂ കൊടുക്കും, 55 എന്ന് കൊടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തത് ഒഴിവാക്കും. പിന്നെ 1, 2, 3 എടുക്കും. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 61.67 കിട്ടുന്നത്. അടുത്ത ലൈനിൻ്റെ നേരെ 61.67 എടുത്തു. ഇനി ഇവിടെ നമുക്ക് ഒഴിവാക്കണം 60, 70, 65. അതെടുക്കുമ്പം 195 കിട്ടും. ബൈ 3 ചെയ്യുമ്പോൾ 65. അപ്പോൾ തൊട്ട് താഴെ 65 എന്ന് കൊടുത്തു. ഇനി നമുക്ക് 70, 65, 75 ബൈ 3 ചെയ്യുമ്പോൾ 210 ബൈ 3 ചെയ്യുമ്പോൾ 70 കിട്ടും. നേരെ 70 എന്ന് എഴുതി. ഇനി നമുക്ക് 70നെ ഒഴിവാക്കണം. പിന്നെ 65, 75, 80 അങ്ങനെ 3 സെറ്റ് വരുന്നവരെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 3 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 73.33 ആണ് വരിക. ഇനി നമ്മൾ 65 ഒഴിവാക്കിയിട്ട് 75, 80 കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ കറക്റ്റ് എപ്പോഴും എൻഡ് ചെയ്യുമ്പം ആ 3 വർഷത്തെ മൂവിങ് ആവറേജ് ആകുമ്പോൾ 3 എണ്ണം വരുന്ന വരെ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ ഡാറ്റ 55-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 61-ലേക്ക് കയറി, വീണ്ടും 65-ലേക്ക് വന്നു, 70-ലേക്ക് വന്നു, 73. അപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി മനസ്സിലായി. പക്ഷേ ഒരു സ്റ്റഡി ഇൻക്രീസ് എന്ന് പറയുന്ന ആവറേജ് ഇൻഡിക്കേറ്റ് സ്റ്റഡി ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ് ഓവർ ടൈം. കാരണം 55 ഏകദേശം 6ൻ്റെ ഡിഫറൻസ്, ഇവിടെ ഒരു 4ൻ്റെ ഡിഫറൻസ്, 5ൻ്റെ ഡിഫറൻസ്, ഒരു 3ൻ്റെ. അപ്പോൾ ഏകദേശം ഒരു സ്റ്റഡി എന്ന് പറയാനേ ഉള്ളൂ, അവിടെ കറക്റ്റ് എന്ന് പറയാനില്ല. അപ്പോൾ ഇതാണ് നമുക്ക് മൂവിങ് ആവറേജ് കാണേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. സിറ്റി ഗവൺമെൻറ് ഈസ് അനലൈസിങ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തൗസൻഡ്സിലാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2010 മുതൽ 20 വരെ തന്നിട്ടുണ്ട്. ഈ ഒരു പേജിൽ 14 വരെ ഉള്ളൂ കേട്ടോ. ബാക്കി ഇവിടെ ഉണ്ട് 15, 16, 17 to 20 വരെ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5 ഇയർ മൂവിങ് ആവറേജ് ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 5 ഇയർ മൂവിങ് ആവറേജ് കാണുമ്പോഴും സെയിം മെത്തേഡ് തന്നെയാണ്. ആദ്യത്തെ 5 വർഷം നമുക്ക് എടുക്കണം. 1, 2, 3, 4, 5 ആദ്യത്തെ 5 വർഷത്തിൻ്റെ പോപ്പുലേഷൻ എടുത്തു, ബൈ 5 കൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് 262 കിട്ടി. അപ്പോൾ നമ്മളിവിടെ കോളം വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇയറും പോപ്പുലേഷനും മൂവിങ് ആവറേജും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2010 മുതൽ 20 വരെയും പോപ്പുലേഷൻ എഴുതുമ്പം 1, 2, 3, 4, 5 ഇതാണ് ആദ്യത്തെ 5. ടോട്ടൽ ഇത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 262 ആണ്. അപ്പോൾ അത് നേരെ നമ്മൾ എടുത്ത് എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 214 അവിടെ ഒഴിവാക്കും. അടുത്ത 5 എണ്ണം 1, 2, 3, 4, 5 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ 1370 ആണ്. ബൈ 5 ചെയ്യുമ്പോൾ 274 കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ 214 കൂടി മാറ്റാം. 215 കൂടി മാറ്റി കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 ഇതുവരെ എടുത്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 1430 കിട്ടും. ബൈ 5 ചെയ്യുമ്പോൾ 286 വരും. ഇനി 260 കളഞ്ഞിട്ട് അടുത്ത 5 1, 2, 3, 4, 5 ഇത് ആഡ് ചെയ്യുക. ബൈ 3 കൊണ്ട് ചെയ്യുമ്പോൾ 298. 275 കളഞ്ഞു. അടുത്തത് 5 1, 2, 3, 4, 5 അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1545 വരും. ബൈ 5 ചെയ്യുമ്പോൾ 309 വരും. ഇനി 285 കളഞ്ഞു. 300, 310 മുകളിൽ ഓരോന്ന് കളഞ്ഞിട്ടാണ് അടുത്ത 5 പോകുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 എടുത്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1600 കിട്ടും. ബൈ 5 ചെയ്യുമ്പോൾ 320 കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 300 കളഞ്ഞു. ഇനി 1, 2, 3, 4, 5 കഴിഞ്ഞു. ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 5 എണ്ണം കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ബൈ 5 ചെയ്യുമ്പോൾ 330 കിട്ടി. ഇങ്ങനെയാണ് ഇവിടെ ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഈ ട്രെൻഡ് വാല്യൂസ് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടത് ഇൻക്രീസ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഗ്രോത്ത് ട്രെൻഡ് ഇൻ പോപ്പുലേഷൻ ഫ്രം 2010 to 20 എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലോങ് ടേം പ്ലാനിങ്ങിന് ഗവൺമെൻറ് ഇത് ആവശ്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും റിസോഴ്സ് അലോക്കേറ്റിനും ഒക്കെ ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഒരു സ്പോർട്സ് അനലിസ്റ്റ് അവരുടെ ആവറേജ് നമ്പർ ഓഫ് ഗോൾസ് സ്കോർ ചെയ്തിരിക്കും ഒരു ഫുട്ബോൾ ടീം.
കുറേ വർഷങ്ങളായി സ്കോർ ചെയ്തിരിക്കുന്ന ഒരു ഗോൾസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2012 മുതൽ 22 വരെ തന്നിട്ടുണ്ട്. ഓരോ വർഷവും നേടിയ ഗോളുകളുടെ ആവറേജ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളിവിടെ 5 വർഷത്തെ മൂവിങ് ആവറേജ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്കറിയാലോ 5 വർഷം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 പോയിന്റ്. ആദ്യത്തെ 5 പോയിന്റ് പറഞ്ഞാൽ 40, 42, 45, 48, 50 വരെ. അതുവരെ ടോട്ടൽ ചെയ്യാം. അതുവരെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 522 കിട്ടും. ബൈ 5 ആണ് കിട്ടുക. അപ്പോൾ 45 എന്ന് ഈ 50ൻ്റെ നേർക്ക് അവിടെ എഴുതുക. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു പോയിന്റ് കളയുക. അതായത് 40 കളഞ്ഞ് അടുത്ത 5 എടുക്കുക. അങ്ങനെ എടുത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത ടോട്ടൽ വരുമ്പോൾ എന്ത് വരും? 40 കളഞ്ഞിട്ട് 42, 1, 2, 3, 4, 5 ഇത്രയും ആഡ് ചെയ്യുക. ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 47.6 കിട്ടി. ഇനി 45 കളഞ്ഞിട്ട് അടുത്തത് 48, 1, 2, 3, 4, 5 ചെയ്യുക. അങ്ങനെ ഓരോന്നും കളഞ്ഞ് ചെയ്തിട്ട് ഇങ്ങനെ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റുകളൊക്കെ നമ്മളിവിടെ ഒരു ടേബിൾ ആക്കിയിട്ട് തന്നെ നേരിട്ട് എഴുതുക. അപ്പോൾ എത്ര വർഷത്തെ ആവറേജ് ആണോ കാണാൻ പറഞ്ഞു വെച്ചാൽ ആ വർഷത്തെ 5 വർഷം ആകുമ്പോൾ 5ാമത്തെ വർഷത്തെ നേരെയാണ് അതിൻ്റെ ആവറേജ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. 45ന്ന് 2 കൂട്ടി 47, ഇവിടെ 3, പിന്നെ 2, 2, 2. ആ ഒരു തുടർച്ചയായിട്ട് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഇൻക്രീസ് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ആനുവൽ റവന്യൂ ഗ്രോത്ത് അറിയാനാണ്. 2015 മുതൽ 25 വരെ തന്നിട്ടുണ്ട് 10 വർഷത്തെ ഡാറ്റയും അതിൻ്റെ റവന്യൂസും തന്നിട്ടുണ്ട്. 5 ഇയർ മൂവിങ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു മൂവിങ് ആവറേജ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പ്രോബ്ലം ചെയ്തപ്പം ആകെ നമുക്ക് അറിയേണ്ടത് എന്തേ ഉള്ളൂ, ഇയറും ഉണ്ട്, അതിൻ്റെ റവന്യൂ ഉണ്ട്, ഏതാണ് മൂവിങ് ആവറേജ് കാണുന്നത് മാത്രമേ അറിയുള്ളൂ. കണ്ണും പൂട്ടി നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 1, 2, 3, 4, 5 ആഡ് ചെയ്യാം. ബൈ 5 കൊണ്ട് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ബൈ 5 ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം ഇതിനെ നേരെ എഴുതുക. ഇതവിടെ തന്നിട്ടുണ്ടല്ലോ, നേരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. വീണ്ടും ഈ 200നെ കളഞ്ഞിട്ട് അടുത്ത 5 എടുക്കുക. 1, 2, 3, 4, 5 ആഡ് ചെയ്യുക. ബൈ 5 ചെയ്യുമ്പോൾ 223 കിട്ടി. 210നെ നമ്മൾ കളഞ്ഞു. ഇനി 1, 2, 3, 4, 5 എടുക്കുക. ആൻസർ ചെയ്യുമ്പോൾ 230 വന്നു. പിന്നെ 215 കളഞ്ഞ് 1, 2, 3, 4, 5 ചെയ്യുക. പിന്നെ 220 കളഞ്ഞിട്ട് 1, 2, 3, 4, 5 ചെയ്യുക. 230 കളഞ്ഞിട്ട് 1, 2, 3, 4, 5 ചെയ്യുന്നു. 240 കളഞ്ഞിട്ട് 1, 2, 3, 4, 5 അത്രയും വരെ ചെയ്തിട്ട് ബൈ 5 ചെയ്യുമ്പോൾ ഇത്രയും വാല്യൂസാണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഈ വാല്യൂസ് കിട്ടുമ്പോൾ ജസ്റ്റ് നോക്കുക. 215, 23, 30, 37, 45. അപ്പോൾ ഏകദേശം ഇവിടെയും ഒരു സ്റ്റഡി ആയിട്ടുള്ള അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത് എന്നുള്ളത് അവിടെ എഴുതുക. കാരണം ഏകദേശം 5, 6, 7 ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കമ്പനിക്ക് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഗോൾ സെറ്റ് ചെയ്യാനും ഒക്കെ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരുടെ പ്രൊഡക്ഷൻ പാറ്റേൺ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. 12 to 23 ഇവിടെ തന്നിട്ടുണ്ട്. 10 വർഷത്തെ ഡാറ്റന്നെ ഇവിടെയും തന്നിരിക്കുന്നത്. 6 വർഷത്തെ മൂവിങ് ആവറേജ് കാണാനാണ് പറഞ്ഞത്. എത്രയോ വർഷം ആയിക്കോട്ടെ, നമുക്ക് മെത്തേഡ് സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ വർഷമൊക്കെ എഴുതി 6 ഇയർ മൂവിങ് ആവറേജ് ഹെഡിങ് ഇവിടെ കൊടുത്തു. ആദ്യത്തെ 6 വർഷത്തെയാണ് നമുക്കിവിടെ കാണേണ്ടത്. ആദ്യത്തെ 6 വർഷം പറയുമ്പോൾ 1, 2, 3, 4, 5, 6 ഇതുവരെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ബൈ എത്ര കൊണ്ട് ചെയ്യണം? 6 കൊണ്ടാണ് ചെയ്യേണ്ടത്. ബൈ 6 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 543.33 ആണ് കിട്ടുന്നത്. 6ാമത്തെ വർഷത്തിന് 1, 2, 3, 4, 5, 6 6ാമത്തെ വർഷത്തിന് നേരെയാണ് ആ പോയിന്റ് നമ്മൾ എഴുതുന്നത്. പിന്നെ ഒക്കെ കണ്ടിന്യൂസ് ആയി താഴെ എഴുതി പോയാൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 1 കളഞ്ഞു, അടുത്ത 6ണത്തേക്ക് പോകും. 1, 2, 3, 4, 5, 6 ഇതുവരയ്ക്ക് എടുക്കുക. ബൈ 6 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടി. പിന്നെ രണ്ടാമത്തെ വാല്യൂ കളഞ്ഞിട്ട് 3, 4, 5, 6, 7, 8 പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുക. അങ്ങനെ മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ എന്ത് തന്നെയാണ്, സ്റ്റഡി ഇൻക്രീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകളിൽ. ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് ഗ്രോത്ത് പാറ്റേണും ഓരോ വർഷത്തിലെ ഫ്ലക്ച്വേഷൻ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അതിനനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്യാനും കപ്പാസിറ്റി അലോക്കേഷൻ നടത്താനൊക്കെ അവിടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, അടുത്ത പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഒരു സ്മോൾ ബിസിനസ്സിൽ അവരവരുടെ ഫ്യൂച്ചർ സെയിൽസ് പ്രഡിക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉണ്ട്.
അതായത് 5 വർഷത്തെ ഡാറ്റ തന്നിരിക്കുന്നത്. 18 മുതൽ 22 വരെ ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ വർഷത്തെ സെയിൽസും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്മോൾ ബിസിനസ്സിൻ്റെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഇവിടെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലീസ്റ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മൂവിങ് ആവറേജ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മൂവിങ് ആവറേജ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര വർഷത്തെ മൂവിങ് ആവറേജ് എടുക്കണമെന്ന് മാത്രമേ അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എത്ര വർഷത്തെയാണോ പറയുന്നത് വെച്ചാൽ ആ നമ്പേഴ്സ് അത്രയും വർഷത്തെ ആഡ് ചെയ്തിട്ട് അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ആ എത്രാമത്തെ വർഷമാണോ പറയുന്നത് അതിൻ്റെ നേരം മുതൽ ആ വാല്യൂസ് എഴുതി പോവുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അവസാനത്തേക്ക് എത്തുമ്പം നമ്മൾ പറഞ്ഞ ആ വർഷം അവിടെ കറക്റ്റ് ആവുന്ന വരെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് അടുത്ത ഒരു നമ്പർ കുറഞ്ഞിട്ടൊന്നും അവിടെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്